ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ഓണം കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഒരു മൾട്ടി പേർപ്പസ് ഓണം സാരീസ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു ഓണം മെറ്റീരിയലായിട്ടും നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. സെയിം ഡേ തന്നെ ഇതൊരു പ്യൂർലി പാർട്ടി വെയർ സാരീസ് ആണ്. ടെസർ സിൽക്ക് ആണ്, പ്യുവർ ടെസർ സിൽക്ക് ആണ്, നോയൽ ടെസർ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. എല്ലാ സാരീസും നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റിൽ ലിങ്ക് വരുന്നത്. ഇൻ കേസ് എന്ത് ഡൗട്ട് വന്നാലും വാട്സാപ്പിൽ 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. ഡെയിലി മോർണിംഗ് 10:30 ആണ്, രാവിലെ 10 മണിക്ക് എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ എനിക്ക് നമ്മൾ സാരീസ് വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ആസ് യൂഷ്വൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ ഹിഡൻ ചാർജസോ എക്സ്ട്രാ ചാർജോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഏത് പ്രൈസാണോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് വെബ്സൈറ്റിൽ പറയുന്നത് അതേ പ്രൈസ് തന്നെയായിരിക്കും നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലും സാരീസ് എത്തുന്നത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നമുക്ക് കണ്ടു നോക്കാം. ഇന്നത്തെ ഓണം കളക്ഷൻസ് പ്ലസ് പാർട്ടി വെയർ സാരീസിലെ ഫസ്റ്റ് സാരീസ് വരുന്നത് പ്യുവർ നോയൽ ടെസർ സിൽക്ക് ആണ്. സാരിയുടെ ഫാബ്രിക് സോഫ്റ്റ് ടെസർ സിൽക്ക് ആട്ടോ പ്യുവർലി ഫാബ്രിക്കിൽ വരുന്നത്. ഇതിലും ഒരു ലൈറ്റ് ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ബേസ് കളർ വരുന്നത് ലൈറ്റ് ചിക്കു ആണ്. ലൈറ്റ് ചിക്കുവിൽ ഒരു ലാവൻഡർ പേർപ്പിൾ ടോണിലുള്ള ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ലൈറ്റ് ചിക്കുവിൽ ഒരു സ്മോൾ ചെക്ക് വീവ് പാറ്റേൺസ് വരുന്നുണ്ട്. ബോഡി വരുമ്പം ഈ ഒരു സ്റ്റൈലിൽ ഒരു സ്മോൾ ചെക്ക് പാറ്റേൺസ് വന്നിട്ട് അതിലാണ് ലാവൻഡർ ഷെയ്ഡിലുള്ള ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഇതിലും ഒരു ഡിസ്റ്റാർട്ട് ഡിസൈൻസ് വരുന്നുണ്ട്. സെയിം ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെ ഒരു ഹാഫ് പോർഷനിൽ വരുമ്പോൾ ഡിസ്റ്റാർട്ട് ഡിസൈൻസ് വന്നിട്ട് അതിലൊരു 3 കളർ ടോണിലായിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. ഒരു ലൈറ്റർ പിങ്ക് കഴിഞ്ഞിട്ട് ഒരു ഡിസൈൻസ് വന്നിട്ട് അതിനുശേഷം ഒരു ലൈറ്റർ പേർപ്പിൾ, ദെൻ ഡാർക്ക് പേർപ്പിൾ, ഗ്രേപ്പ് വൈൻ പേർപ്പിൾ, ഈ ഒരു 3 കളർ ടോണിലായിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ബോഡിയിൽ. അതിന് മുകളിൽ വരുന്നത് വീഡിയോയിൽ ക്ലിയർ ആവുന്ന അറിയത്തില്ല, ഒരു ഡിസ്ചാർജ് ഡിസൈൻസ് വരുന്നുണ്ട്. സെയിം പാറ്റേണിൽ തന്നെയുള്ള ഡിസ്ചാർജ് പ്രിന്റ് ആയിരിക്കും ലോവറിൽ വരുന്നത്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. നോയൽ ടെസർ സിൽക്ക് ആണ് ഫാബ്രിക്. 2 സൈഡും ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഒരു ആന്റീക് ഷെയ്ഡിലാണ് ബോർഡർ വരുന്നത്. പക്ഷെ ബോർഡർ അത്രയും വിസിബിൾ അല്ല, കാരണം ചിക്കു ആണ് സാരിയുടെ കളർ വരുന്നത്. ലൈറ്റ് ചിക്കും ആന്റീക് ഷെയ്ഡും ഏകദേശം ഒരേ കളർ ചാർട്ടിൽ വരുന്ന കളേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു പ്രോമിനൻസി ഇല്ല ബോർഡറിന്. വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു ബോർഡറാണ്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റൈലായിരിക്കും. ഹാഫ് പോർഷനിലായിരിക്കും ഡിസ്ചാർജ് ഡിസൈൻസ് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. പല്ലു വരുന്നത് ഗീച്ച വോൺ പാറ്റേണിലാണ്. ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതിലും ഒരു ആന്റിക് സെറിയിലുള്ള ഒരു ലൈൻസ് വരുന്നുണ്ട്. ഒരു വീവ് പാറ്റേൺസ് വന്നിട്ട് അതിനുശേഷം വരുന്നത് ഗീച്ച വീവിലാണ് മുന്താണി വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഈ സാരിക്ക് ബ്ലൗസ് വരുമ്പോൾ പേർപ്പിളിൽ തന്നെയുള്ള ഒരു വീവ് പാറ്റേണിലുള്ള റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. പ്യുവർ നോയൽ ടെസർ സിൽക്കിൽ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ ആണ് സാരി. എല്ലാ സാരീസിന്റെയും ബേസ് വരുന്നത് ചിക്കു ആട്ടോ. ലൈറ്റ് ചിക്കുവിലുള്ള ഒരു സ്മോൾ ചെക്ക് പാറ്റേണിലുള്ള ബോഡി വന്നിട്ട് അതിൽ ബ്ലൂവിലാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് സാരിയിൽ. അതും ഒരു ലീഫ് പാറ്റേണിലാണ്, ലീഫ് ഡിസൈൻസിലുള്ള ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത് സാരിക്ക്. ഇതായിരിക്കും വരുന്നത്. പാറ്റേൺസ് ഇങ്ങനെ വരും. ഇതിലും എല്ലാ സാരീസിലും ഒരു നെഗറ്റീവ് ഒരു ഡിസ്ചാർജ് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. ലീഫ് പാറ്റേണിലുള്ള ഡിസ്ചാർജ് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് നെഗറ്റീവ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുമ്പോഴാണ് ഗീച്ച വീവിലായിരിക്കും വരുന്നത്. പക്ഷേ ഈ മെറ്റീരിയൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴേ ആ ഒരു ഫീൽ ചെയ്യുമ്പോഴേ ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. നല്ലൊരു പാറ്റേണിലാണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്. വളരെ ലൈറ്റ് വെയിറ്റ് കേട്ടോ. നമുക്ക് സിംഗിൾ ലെയറിലും വളരെ ലൈറ്റ് വെയിറ്റ് സാരിയാണ്. ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ ഈ ഒരു ബ്ലൂ ടിൻറ്റഡ് വീവിലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. ഇതാണ് സാരിയുടെ ബ്ലൗസ്. ഇതിലും ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു ബ്രൗണിഷ് മെറൂൺ ആണ്. ബ്രൗൺ ടിൻറ്റഡ് മെറൂൺ ആണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയിൽ. ബോഡി വരുന്നത് എല്ലാ സാരീസിനും ചിക്കുവിലുള്ള പ്യുവർ നോയൽ ടെസർ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. സ്മോൾ ചെക്ക് പാറ്റേൺസ് വരുന്നുണ്ട് ബോഡിയിൽ കേട്ടോ. സാരിയുടെ ഡിസൈൻസ് വരുന്നത് ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും. ആന്റീക് ഷെയ്ഡിൽ തന്നെയുള്ള ബോർഡേഴ്സ് ആണ് സാരിക്ക് 2 സൈഡും. അപ്പോൾ ഒരു ലോവർ വരുന്നത് ആന്റീക് ഷെയ്ഡിലാണ്. ഫുൾ സാരി ഒരു പാറ്റേൺ വരും. നമുക്കൊരു ഓണം തീമായിട്ടൊരു പൂക്കളത്തിനൊക്കെ ആ ഒരു എന്താ പറയുക സിമിലാരിറ്റി വരുന്നുണ്ട്. ഡിസൈൻ വരുന്നത് സാരിയുടെ ബോഡിയിൽ. മുന്താണി വരുന്നത് ഗീച്ച വോൺ പാറ്റേണിലാണ്. ആന്റിക് സെറിയിൽ തന്നെയുള്ള ലൈൻസ് വന്നിട്ട് അതിന്റെ മിഡിലാണ് ഗീച്ച വോൺ ഡിസൈൻസ് വരുന്നത്. നല്ലൊരു പാറ്റേണാണ്. ടാസിൽസും വരുന്നത് സാരിക്ക്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നതും ഇത് പ്ലെയിൻ ബ്ലൗസ് അല്ല, ഇതും ഒരു വീവ് പാറ്റേൺ ആണ്. ഗീച്ച വീവിൽ തന്നെയാണ് ഒരു പ്രിന്റഡ് ബ്ലൗസ് വരുന്നത്. അടുത്ത കോമ്പിനേഷൻ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ചിക്കു വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. എല്ലാം നല്ല സോഫ്റ്റ് കളർ കോമ്പിനേഷൻ ആട്ടോ. സാരിയുടെ നല്ല മേർജ് ചെയ്ത് നിൽക്കുന്നത് ഒട്ടും ഇങ്ങനെ ഒരു ബ്രൈറ്റ് കോമ്പിനേഷൻസ് അല്ല വരുന്നത് സാരിക്ക്. ചിക്കുവിലും നല്ലൊരു ഗ്രീൻ ആണ്, ഒരു മിന്റ് ഗ്രീൻ ആണ് സാരി വരുന്നത്. ബോഡി എല്ലാ സാരിയും സെയിം തന്നെയായിരിക്കും. സ്മോൾ ചെക്ക് പാറ്റേണിലുള്ള ഒരു വീവ് ഡിസൈൻസ് ആണ് വരുന്നത്. ആന്റിക് ഷെയ്ഡിലുള്ള ആന്റിക് സെറിയിലാണ് ബോർഡേഴ്സ് വരുന്നത് സാരിക്ക് 2 സൈഡിലും. ഫുൾ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. പ്യുവർ നോയൽ ടെസർ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്.
ആൻറ്റിക് സെറിയിൽ തന്നെയുള്ള ഒരു ലൈൻസ് വന്നിട്ട് ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഗ്രീൻ ടിൻറ്റഡ് വീവ് പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും സോഫ്റ്റ് കോമ്പിനേഷൻ തന്നെ ഒരു അക്വാ ബ്ലൂ ആൻഡ് അക്വാ ഗ്രീൻ, സീ ബ്ലൂ സീ ഗ്രീൻ കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ചിക്കു ആണ് സാരിയുടെ കളർ വരുന്നത്. പ്യുവർ നോയിൽ ടെസർ സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക്. ഇതിനും ബോർഡർ വരുന്നത് ആൻറ്റിക് ഷെയ്ഡിൽ തന്നെയാണ്. ആൻറ്റിക് ഷെയ്ഡിലുള്ള ബോർഡേഴ്സ് ആയിരിക്കും രണ്ട് സൈഡിലും വരുന്നത്. ഈ ബോർഡറാണ് ഇതിനൊരു ഓണം തീം ആ ഒരു ലുക്ക് തരുന്നത്. ഈ ഒരു ബോർഡറാണ് സാരി. ഫുൾ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. പല്ലു വരുന്നത് ഗീച്ച വീവിലാണ്. സാരിയുടെ മുന്താണി വരുന്നത് ഗ്രീനിഷ് ടിൻറ്റഡ് വി പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഓണം മെറ്റീരിയലിൽ നെക്സ്റ്റ് സാരി വരുന്നത് ഫാബ്രിക് മാറിയിട്ടുണ്ട്, ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് സിൽക്കി കോട്ടയാണ്. സിൽക്കി കോട്ട വിത്ത് ടിഷ്യൂ ബ്ലെൻഡഡ് മെറ്റീരിയലാണ് വരുന്നത്. ഫുൾ ബോഡി ത്രെഡ് എംബ്രോയിഡറി ആണ് സാരി വരുന്നത്. വി പാറ്റേൺ വരുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണിത്. ആൻറ്റീക് ഷെയ്ഡിലാണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഓഫ് വൈറ്റ് ആണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത് സാരിയിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വിത്ത് പ്രിന്റ് അല്ല കേട്ടോ, ഫുൾ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് സാരിയിൽ. നല്ലൊരു കോമ്പിനേഷൻ, ഒരു അബ്സ്ട്രാക്ട് ഡിസൈനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും വർക്കിൻ്റെ. നല്ല ഫൈൻ വർക്കാണ്. നമുക്ക് മോതിരവും വാച്ചോ ഒന്നും ഉടക്കത്തൊന്നുമില്ല. റിബൺ ബോർഡറാണ്, ഒരു ആൻറ്റി ഗോൾഡൻ റിബൺ ബോർഡറാണ് സാരിക്ക് വരുന്നത്. അതായത് ഒരു തിൻ ബോർഡർ, 1/4 ഇഞ്ചിലുള്ള ബോർഡർ ആയിരിക്കും രണ്ട് സൈഡിൽ വരുന്നത്. ഫുൾ സാരി ഈ ഒരു പാറ്റേൺ വരും. നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന ഏരിയ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ഹാഫ് പോർഷൻ ആയിരിക്കും. മുകൾ ഭാഗം വരുമ്പോൾ ആൻറ്റി ഷെയ്ഡിൽ തന്നെയുള്ള സിൽക്കി കോട്ട ടിഷ്യൂ ബ്ലെൻഡഡിലുള്ള ഒരു സെൽഫ് ചെക്ക് ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ബോർഡർ ലോവർ വരുമ്പോൾ ഫുൾ ഈ ഒരു വർക്ക് ആയിരിക്കും. പ്ലീറ്റ്സ് വരും ഒരു 2.5 മീറ്റേഴ്സ് ഈ ഒരു ത്രെഡ് വർക്ക് വരും. മുന്താനിയുടെ എൻഡ് വരുമ്പോഴും വീണ്ടും ഗോൾഡൻ സെറിയിൽ തന്നെയുള്ള ഒരു ഡിസൈനാണ് മുന്താനിയുടെ എൻഡിൽ. വി പാറ്റേൺ ആയിരിക്കും മുന്താനിയുടെ എൻഡിൽ വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ ബ്ലൗസ് വരും. അടുത്ത ഓണം സാരി വരുന്നത് വീണ്ടും ഡിസൈൻ മാറിയിട്ടുണ്ട്. ഫാബ്രിക് സെയിം തന്നെയാണ് കേട്ടോ. സിൽക്കി കോട്ടയിൽ ടിഷ്യൂ ബ്ലെൻഡഡ് മെറ്റീരിയലാണ് സാരി വരുന്നത്. ഇതിൻ്റെയും കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു ആൻറ്റിക് ഷെയ്ഡിലായിരിക്കും ബേസ് വരുന്നത്. അതിൽ ഓഫ് വൈറ്റിലായിരിക്കും ജോമെട്രിക്കൽ പാറ്റേണാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ പാറ്റേൺ വരുന്നത്. ഓഫ് വൈറ്റിൽ തന്നെ, ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് ഒരു ഐവറി ക്രീമാണ്. ഐവറി ക്രീമിലാണ് ജോമെട്രിക്കൽ ത്രെഡ് വീവ് പാറ്റേൺസ് വരുന്നത്. ഇതിൻ്റെയും ബേസ് വരുന്നത് സിൽക്കി കോട്ടയാണ്. ബോർഡർ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. റിബൺ ബോർഡർ തന്നെയാണ് വരുന്നത് സാരിക്ക്. ഇതിൻ്റെയും നമ്മൾ പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ കേട്ടോ. ഇത് തന്നെയായിരിക്കും ബ്ലൗസും വരുന്നത്. നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ടിഷ്യൂ ബ്ലെൻഡഡ് സിൽക്കി കോട്ടയിൽ ഒരു സെൽഫ് ചെക്ക് ഡിസൈൻസ് വരുന്നുണ്ട് ബോഡിയിൽ. ആ ഒരു പാറ്റേണിലായിരിക്കും സാരിക്ക് ബ്ലൗസും വരുന്നത്. മുന്താണി വരുന്നത് റണ്ണിങ് പല്ലുവാണ്. ഫുൾ ത്രെഡ് വീവ് പാറ്റേൺസ് വരുന്നുണ്ട്. ഗീച്ച വീവിലാണ് മുന്താണിയുടെ എൻഡ് വരുന്നത്. സിൽക്കി കോട്ടയിൽ പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ ഓണം കളക്ഷൻസിൽ ലാസ്റ്റ് സാരിയാണ് ഇനി വരുന്നത്. ഇത് ഫുൾ ബോഡി ത്രെഡ് വർക്കിലാണ് വരുന്നത്. സിൽക്കി കോട്ടയാണ്, സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം. ഒരു ലൈറ്റ് ബേജ് ആണ് സാരിയുടെ ബേസ് വരുന്നത്. ലൈറ്റ് ബേജിൽ ചിക്കു ഷെയ്ഡിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ചിക്കു ഷെയ്ഡിലാണ്. ഇതിൻ്റെ ബോർഡറും നല്ല പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ആൻറ്റീക് ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് വീവ് പാറ്റേണിലാണ് കണ്ടോ. പേസ്ലി ഡിസൈൻസിലാണ് ബോർഡറിൽ വീവ് പാറ്റേൺസ് വരുന്നത്. ഇതായിരിക്കും ബോർഡർ വരുന്നത് സാരിക്ക്. ബോഡിയിൽ ത്രെഡ് വർക്ക് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ്. ഒരു ജാൽ പാറ്റേണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം. ഫുൾ വർക്കും ഈ ഒരു പാറ്റേണിലാണ്. നല്ലൊരു ഫൈൻ പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ബോർഡറിലും വി പാറ്റേൺസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് റിവേഴ്സ് സൈഡ് ആട്ടോ സാരിയുടെ. നല്ല വശം ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ ഈ ഒരു പാറ്റേൺ. നല്ലൊരു ബോർഡർ സാരിക്ക്. ഒരു 2 ഇഞ്ച് വരും ബോർഡർ വരുന്നത് സാരി. വി പാറ്റേൺസ് വരുന്നത്. അപ്പുറം ലോവറും ഒരേ വിധത്തിൽ തന്നെയുള്ള ബോർഡറാണ് വരുന്നത്. മുന്താണി വരുന്നത് ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ മുന്താണി. ഫുൾ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. പ്ലീറ്റ്സ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഹാഫ് പോർഷനിലായിരിക്കും എംബ്രോയിഡറി വരുന്നത്. ഹാഫ് പോർഷൻ പ്ലെയിൻ ആയിരിക്കും. പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഷോർട്ട് മുന്താണിയാണ്. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഐവറി ഷെയ്ഡിൽ വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ്.